നിങ്ങളൊരു അമ്മയാണോ? എങ്കിൽ ഒരുപാട് മക്കളുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ താങ്ക്സ്. കാരണം ഒരമ്മയായിരിക്കുക എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ നാളെ നമ്മളെ ധിക്കരിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള കുറേയധികം അമ്മമാർ ഇന്നത്തെ കാലത്ത് PSC പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം അവരുടെ മക്കളെ പ്രോപ്പറായിട്ട് നോക്കാൻ കഴിയണം എന്നുള്ളത് കൂടിയാണ്. അവർക്ക് ജോലി എന്ന് പറയുമ്പോഴുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ കുറവാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റൽ നോംസ് കൂടെ ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് മക്കളെ നോക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ മക്കളെ നോക്കാൻ സമയം കിട്ടുന്ന രീതിയിൽ അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അടുത്തുള്ള ജോലികളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് പ്രൈവറ്റ് ജോലികളാണെങ്കിൽ പലപ്പോഴും ഗവൺമെൻറ് ജോലിയൊക്കെ ആകുമ്പോൾ മാത്രമാണ് അവർ കുറച്ച് അകലേക്ക് പോകുന്നത്. പിന്നെ ഈ പ്രൈവറ്റ് ജോലികൾ തന്നെ കുറച്ചും കൂടെ ഹൈ പേയിങ് ടെക്കി ജോബ്സിലോട്ടൊന്നും പലർക്കും പോകാൻ പറ്റില്ല. പലർക്കും അതിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കുറവാണ്. സോ അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ പല അമ്മമാർക്കും ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളതൊരു കച്ചിത്തുരുമ്പാണ്. ആ ഒരു കച്ചിത്തുരുമ്പിനെ അവർ തേടുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്കുണ്ടാകുന്ന പ്രഷേഴ്സും വളരെയധികമാണ്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ അവിടെ അത്രത്തോളം നിയമനം വരുന്നില്ല. കുറേയധികം ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ഇതിനു വേണ്ടി കുത്തിയിരിക്കുന്നുണ്ട്. ഫുൾ ടൈം ആസ്പിരൻസ് ആയിട്ട് യൂട്യൂബിൽ നോക്കുമ്പോൾ അവരിതേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കുന്നുണ്ട്. അവരുടെ വീട്ടുകാർ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് മക്കളെ നോക്കി അല്ലറ ചില്ലറ ജോലികളൊക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിലുള്ള പ്രഷേഴ്സ് ഹാൻഡിൽ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കണതല്ലേ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ആട്ടും തുപ്പും കേട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അമ്മയുടെ അവസ്ഥ അത് വളരെയധികം മെൻ്റലി ഡൗൺ ആക്കുന്ന ഒരു കാര്യമാണ്. അവർ പലപ്പോഴും അവരുടെ സ്വപ്നങ്ങൾ തന്നെ ഇല്ലാതായി എന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോടൊന്ന് പറയണം, നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത്ര റിലേറ്റബിൾ ആയെന്ന് വരണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് റിലേറ്റബിൾ ആവാൻ പറ്റുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഈ ചാനൽ ഞാൻ ഇനീഷ്യലി ഒരു വിധത്തിലുള്ള റവന്യൂ ഇല്ലാണ്ടാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ റൺ ചെയ്യണമെന്നുള്ള കാര്യം. അതിനൊരു കാരണം ഈ പറഞ്ഞ പോരാളിയാണ്. ആ പോരാളിയുടെ ജീവിതം മാറ്റിമറിച്ചത്, ആ പോരാളിയുടെ മാത്രമല്ല ആ പോരാളിയുടെ മകൻ്റെ കൂടെ ജീവിതം മാറ്റിമറിച്ചത് ഇന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് PSC അറിയിപ്പ് തന്നിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എന്നുള്ള ജോലിയാണ്. ആ പോരാളി വേറെ ആരുമല്ല, എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ സൊസൈറ്റൽ നോംസൊക്കെ അനുസരിച്ച് തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് BEd കഴിഞ്ഞ് നേരെ കല്യാണം കഴിച്ച് 2 കുട്ടികളായി. ആ 2 കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ ഇന്നത്തെ കാലത്ത് നോക്കണമെങ്കിൽ ഹസ്ബൻഡിന് മാത്രം ജോലി ഉണ്ടായിട്ട് കാര്യമില്ല, അമ്മയ്ക്കും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഉണ്ടാവണം അല്ലേ. ട്യൂഷൻ എടുത്ത് പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ കാലിബറും തൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ആ ഒരു സമയത്തും പറ്റുന്ന ഇടവേളകളിൽ ചെറുതായി പഠിച്ച് സ്വന്തമായിട്ട് ഒരു കോച്ചിങ്ങിനായിട്ട് 1 രൂപ പോലും സ്പെൻഡ് ചെയ്യാതെ എൻ്റെ എഡ്യൂക്കേഷൻ പ്രയോറിറ്റൈസ് ചെയ്തപ്പോഴും അമ്മ ഒരു കോച്ചിങ്ങിനും പോയിട്ടില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കുറേ റാങ്ക് ലിസ്റ്റുകളിൽ കയറി. നമുക്കറിയാം PSC ഇന്നത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ഇഴഞ്ഞായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ആയിരുന്നു ആദ്യം നോക്കണുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേയധികം കുത്തലുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മയ്ക്കൊരു ആശ്വാസമായിട്ട് വന്നതായിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എന്നുള്ള ജോലി. കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ അമ്മ ഒരു 7ഓളം വർഷം വർക്ക് ചെയ്തു. അമ്മയ്ക്ക് ആ ജോലി കിട്ടിയപ്പോൾ അമ്മയുടെ ജീവിതം മാറി മറിഞ്ഞത് എനിക്കറിയാം. എൻ്റെ ജീവിതം മാറി മറിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം. പിന്നീട് അമ്മ ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിട്ട് കിട്ടി, ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ, വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഞാനല്ല പറയുന്നത്, എൻ്റെ അമ്മയുടെ സ്റ്റോറിയാണ് ഞാനിവിടെ എടുത്ത് പറഞ്ഞത്. നാളെ ഞാൻ പറയുന്നത് പോലെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മക്കളും നന്ദിയോടെ പറയും, എൻ്റെ അമ്മ അന്ന് അത് നേടിയത് എൻ്റെ ജീവിതം കൂടെ മാറ്റിമറിച്ചു എന്ന്. അതിനുള്ള അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇതിനായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നതാണ്, കോച്ചിങ് ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാം. എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ വേണ്ട മെത്തേഡ്സ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ഇനിയും കുറച്ച് ഫ്രീ ക്ലാസ്സുകൾ തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു വീട്ടമ്മയ്ക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എളുപ്പമായിരിക്കില്ല. എൻ്റെ അമ്മയാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഒരുക്കി തന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോ അമ്മമാരോടും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വെച്ച് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഗൈഡൻസ് വേണമെങ്കിൽ ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മറ്റുള്ളവിടങ്ങളിലെ പോലെ എല്ലാവർക്കും നല്ലതാ ചെയ്യണമെന്നും പറഞ്ഞ് 1000-10,000 പേർക്ക് ഒരു കോഴ്സ് വിറ്റ് അതുവഴി ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ ബാച്ചിൽ ആകെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ആ ആകെ കുറച്ച് പേരുള്ളവർക്ക് ഓരോരുത്തർക്കും ഒരു അറ്റൻഷൻ ലഭിക്കണം എന്നുള്ളതാണ് എൻ്റെ ഫോക്കസ്. കാരണം ഇന്നത്തെ കോച്ചിങ് സമ്പ്രദായം വിദ്യാഭ്യാസത്തിന് ഒരു കമ്മോഡിറ്റി ആക്കിയിരിക്കുന്നു. കുറേ അധികം പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും റവന്യൂ, ആൾക്കാർ നോക്കുമ്പോൾ റേറ്റ് കുറവാണ്, പക്ഷേ റവന്യൂ വളരെ ഹൈ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള അറ്റൻഷൻ തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ പിൻഡ് കമൻസിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ലിബറേറ്റ് എന്നൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തില്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പൊരുതിയാലും കുറേ കാര്യങ്ങൾ നേടാൻ പറ്റും. ഐ ഡോണ്ട് വാണ്ട് ടു ക്രിയേറ്റ് ദാറ്റ് ഫോമോ. എൻ്റെ ബാച്ച് കുറച്ച് പേരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ മാത്രമാണ്. നിങ്ങൾക്ക് പല കോച്ചിങ്ങും അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ UPSC ലെവലിൽ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനിയും ക്ലാസ്സുകൾ വരും. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നേറുക. എൻ്റെ അമ്മയെ പോലുള്ളവരെയാണ് ഞാൻ നിങ്ങളിൽ ഓരോ അമ്മമാരിലും കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വിജയം എനിക്ക് ഏറ്റവും മധുരം കൂടുതലുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ അത് എന്നെ ഏറ്റവും സന്തുഷ്ടനാക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കണ്ടതിന് ശേഷം ടെൻഷൻ അടിക്കാണ്ട് സന്തോഷമായിട്ട് പഠിക്കുക. നിങ്ങളുടെ നല്ല കാലം വരാനിരിക്കുന്നുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വലിയൊരു പിന്തുണയായിട്ട് മാറും. അതുവഴി നിങ്ങൾക്ക് ജോലി കയറാൻ പറ്റും. ഇത് ഞാനുണ്ടെങ്കിൽ മാത്രമല്ല, എൻ്റെ ബാച്ച് ഉണ്ടെങ്കിൽ മാത്രമല്ല, ഇല്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് പണിയെടുത്ത് നേടാൻ പറ്റും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് ദിസ് യേഴ്സ്. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.